വെറുതെ കത്തിച്ച് കളയുന്ന നമ്മുടെ ഓലയാണ് നമ്മളിപ്പോൾ ഇന്ന് ഇതിനെടുത്തേക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചെടികളിലൊക്കെ ഇതുപോലെ പൂക്കൾ നിറഞ്ഞുണ്ടാവണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ ഓരോ പ്ലാന്റ്സും നടുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളരാനും ഇതുപോലെ നിറയെ പൂക്കളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള ഒരു അടിപൊളി ടിപ്പുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഓൺലൈൻ പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്പറിലൊന്ന് വാട്സപ്പ് ചെയ്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഏത് പ്ലാന്റ് നടുമ്പോഴും ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പോട്ടി മിക്സ് ആണ്. അപ്പോൾ ഏതൊരു പ്ലാന്റും നല്ല ഹെൽത്തി ആയിട്ട് വളരാനുള്ളൊരു പോട്ടി മിക്സ് വേണം നമ്മൾ എല്ലാ പ്ലാന്റിനും കൊടുക്കാനായിട്ട്. അപ്പം ഞാനിവിടെ ഒരു നല്ല ചട്ടി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ളൊരു ചട്ടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നൊരു ബാൾസം പ്ലാന്റാണ് ഇവിടെ നടാൻ പോകുന്നത്. അപ്പം ഏതൊരു പ്ലാന്റിനും നിങ്ങൾക്ക് ഈ ഒരു പോട്ടി മിക്സ് യൂസ് ചെയ്യാം. അതായത് മണ്ണൊക്കെ കിട്ടാനൊക്കെ പ്രയാസമുള്ളവർക്ക് നമുക്ക് ഈ ഒരു പോട്ടി മിക്സ് വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം ഞാനിവിടെ നമ്മുടെ ചട്ടിയിലേക്ക് ആദ്യം നമ്മുടെ ചകിരി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചകിരിയൊക്കെ നിങ്ങൾക്ക് വീട്ടിലൊക്കെ നമ്മൾ തേങ്ങ പൊതിക്കുന്ന സമയത്തൊക്കെ എടുത്തു വെച്ചാൽ നമുക്കിതുപോലെ പോട്ടി മിക്സിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പലപ്പോഴും നമുക്കറിയാം, നമുക്ക് ഈ പട്ടണ പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നവർക്ക് ഇതുപോലെ മണ്ണൊക്കെ കിട്ടാനായിട്ട് ഭയങ്കര പ്രയാസമാണ്. ഒത്തിരി പേര് നമ്മൾ വിളിക്കുന്ന സമയത്തൊക്കെ പറയാറുണ്ട് മണ്ണൊക്കെ കിട്ടാൻ പ്രയാസമാണ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു പോട്ടി മിക്സ് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് ഞാൻ ആദ്യം നമ്മുടെ ചട്ടിയിലേക്ക് ഇട്ടത് ചകിരിയാണ്. ചകിരി നമുക്കറിയാം ചെടികളിലെ ഈർപ്പമൊക്കെ നിലനിർത്താനും വെള്ളമൊക്കെ ആ ഒരു കറക്റ്റ് അളവിൽ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഒരു സാധനമാണ് ചകിരി എന്ന് പറഞ്ഞാൽ. അതിന് മുകളിലായിട്ട് ഞാൻ കരിയിലയാണ് ഇട്ടിട്ടുള്ളത്. കരിയില നമുക്കറിയാം പൊട്ടാസ്യം കണ്ടന്റ് ഒത്തിരി അടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ് കരിയില. അപ്പോൾ അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ പോട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ ഞാൻ ഇനി എന്തൊക്കെയാണ് ഇടാൻ പോകുന്നതെന്ന് കാണിച്ചു തരാം. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ശീമക്കൊന്നിൻ്റെ ചപ്പാണ് കേട്ടോ. ഇതും നമുക്ക് നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ധാരാളമായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇതൊരു ബെസ്റ്റ് നമ്മുടെ ചെടികളിൽ കീടങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ പുകച്ചൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് പോട്ടി മിക്സിലേക്ക് യൂസ് ചെയ്യുന്നത് പലർക്കും അറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് പോട്ടി മിക്സിലും ഇത് ഇടാൻ പറ്റും. അപ്പോൾ നമുക്ക് ചെടികളുടെ വേരുകൾക്കൊക്കെ നല്ല സംരക്ഷണം കിട്ടും. കീടാണു ശല്യത്തെയൊക്കെ ഒരു പരിധി വരെ തടയാനായിട്ട് ഈ ഒരു ശീമക്കൊന്ന ചപ്പിനുള്ള കഴിവുണ്ട് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാനിവിടെ ചെറിയൊരു ബോട്ടിലിൻ്റെ ചെറിയൊരു ഗ്ലാസ് പോലെ ഒരു സാധനം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ബോട്ടിൽ ഇതിന് നടുവിലൊന്ന് വെച്ച് കൊടുക്കാം. അത് വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടി കറക്റ്റായിട്ട് നടാനുള്ളൊരു സ്പേസിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഷേപ്പിലുള്ള എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനിയാണ് നമ്മുടെ മെയിൻ സാധനം എടുക്കാൻ പോകുന്നത്. നമ്മുടെ ഓലയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. ഓലയൊക്കെ നമുക്കറിയാം നമ്മൾ വെറുതെ കത്തിച്ച് കളയുന്ന സാധനമാണ്. അപ്പോൾ അതല്ലെങ്കിൽ ചിലരുടെ വീട്ടിലൊക്കെ ഓലയൊക്കെ വെറുതെ പോവുകയാണ് ചെയ്യുന്നത്. നമ്മൾ തെങ്ങിൻ്റെ ചുവട്ടിലൊക്കെ നശിച്ച് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓല കൊണ്ട് ഒത്തിരി യൂസ്ഫുൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ തീ പിടിപ്പിക്കാനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ചെടികൾക്ക് യൂസ് ചെയ്യുന്ന കാര്യം പലർക്കും അറിയില്ല കേട്ടോ. അപ്പോൾ ഈ ഓലയിലും ധാരാളമായിട്ട് പൊട്ടാസ്യം കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെടികളുടെ റൂട്ടൊക്കെ നല്ല രീതിയിൽ ഇറങ്ങാനും ഒക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഓല. അപ്പോൾ ഇതുപോലെ ഓല ഞാൻ ജസ്റ്റ് ഒന്ന് പൊടിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ പൊടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ചെറുതായിട്ടൊക്കെ പൊടിക്കാൻ പറ്റുവാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ഈ ഒരു അളവിലാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മുടെ പോട്ടിലേക്ക് ചീമക്കൊന്നയുടെ ചപ്പിട്ടിട്ടുണ്ടായിരുന്നു. അതിന് മുകളിലേക്കായിട്ട് നമുക്ക് ഈ ഒരു ഓല ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മണ്ണിൻ്റെ അളവ് വളരെ കുറവ് മാത്രം യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഒത്തിരി മണ്ണൊക്കെ കിട്ടാത്തവർക്കൊക്കെ വളരെ നല്ലൊരു വഴിയാണ്. ഈ മണ്ണിൽ മാത്രമേ നമ്മുടെ പ്ലാന്റ് വളരൂ എന്ന് വിചാരിക്കരുത്. നമുക്ക് ഒത്തിരി മാർഗ്ഗങ്ങൾ വേറെ മണ്ണ് ആവശ്യമല്ല എന്നല്ല, പക്ഷെ നമുക്കൊരു മിനിമം അളവിൽ മണ്ണുണ്ടെങ്കിൽ നമുക്കിതുപോലെ നല്ല രീതിയിൽ നമ്മൾ പ്ലാന്റ് വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിന് മുകളിലേക്ക് നമ്മുടെ ഗ്ലാസ് നടുവിൽ വെച്ചിട്ടുണ്ട്. അതിന് സൈഡിലൊക്കെ ആയിട്ട് ഈ ഓല ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി നിറച്ചാക്കി കൊടുക്കണ്ട, നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പോട്ടിംഗ് മിക്സ് താഴേക്ക് പോയിക്കോളും. അപ്പോൾ കരിയില, ചകിരി, ശീമക്കൊന്നയുടെ ചപ്പ്, ഓല ഇത്രയും നമ്മൾ പോട്ടിൽ ഇട്ടപ്പോൾ തന്നെ മുക്കാൽ ഭാഗത്തോളം ഏകദേശം ഫില്ലായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മണ്ണ് ഇട്ട് കൊടുക്കാം കേട്ടോ. മണ്ണ് എന്ന് പറയുമ്പോൾ മണ്ണും ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ ഇടാം. ഞാനിവിടെ നോർമൽ നമ്മുടെ ഗാർഡൻ സോയിൽ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചെടിക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചാണകപ്പൊടി കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ചാണകപ്പൊടി മാത്രം മിക്സ് ചെയ്താൽ മതി ചെയ്യുന്നുണ്ടെങ്കിൽ. ചകിരിച്ചോറ് നമ്മൾ ആഡ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം നമ്മൾ ഓൾറെഡി ഇതിലേക്ക് ചകിരി ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ചകിരിച്ചോറിൻ്റെ ആവശ്യം വരില്ല. ചകിരിച്ചോറ് നമുക്കറിയാം വെള്ളമൊക്കെ തങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്.
അപ്പോൾ ചകിരിച്ചോറിൻ്റെ ആവശ്യം നമുക്കിവിടെ ഇല്ല, നമ്മൾ ചകിരി ആഡ് ചെയ്തതുകൊണ്ട്. അപ്പം മണ്ണും ചാണകപ്പൊടിയും മാത്രം ഒന്ന് മിക്സ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ആ ഗ്ലാസ് ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഗ്ലാസിൻ്റെ ആവശ്യമില്ല, നമുക്ക് ചെടി നടാനുള്ള ഒരു സ്പേസ് അവിടെ നടുവിൽ തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളിനി കൂടുതലായിട്ട് അത് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള സ്പേസിലൊക്കെ നമുക്ക് മണ്ണ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം മണ്ണിൻ്റെ അളവ് വളരെ കുറച്ച് മാത്രമേ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ. മണ്ണൊക്കെ കിട്ടാൻ പ്രയാസമുള്ളവർക്ക് ഏറ്റവും നല്ലൊരു വഴി തന്നെയാണ് ഈ ഒരു പോട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ ബാൾസാണ് കേട്ടോ. ഇത് നമ്മുടെ വേറൊരു പോട്ടിലുണ്ടായിരുന്ന ബാൾസായിരുന്നു. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് വന്നതായിരുന്നു, പക്ഷേ പിന്നെ എന്തോ കാരണം കൊണ്ട് അത് മുരടിച്ച് പോയി. അപ്പോൾ അത് നമുക്കൊന്ന് നല്ല രീതിയിലാക്കി എടുക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഞാൻ ഈ ഒരു സ്പേസിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഗ്ലാസ് വെച്ച് സെറ്റാക്കി ആ ഒരു സ്പേസിലേക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ബാൾസം തന്നെയാണ്, പക്ഷെ അതൊന്ന് മുരടിച്ചു പോയി. അതിൻ്റെ പോട്ടി മിക്സൊക്കെ ഒന്ന് ഉറച്ചു പോയ സമയത്ത് ഈ പ്ലാന്റിൻ്റെ വളർച്ചയൊക്കെ നിന്ന് പോയൊരവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്ലാന്റ് തന്നെ എടുക്കാമെന്ന് വെച്ചത് കേട്ടോ. അപ്പോൾ ഈ ഒരു പോട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്ര മാത്രമേ നമ്മൾ ചെയ്യാനുള്ളൂ. ബാക്കിയുള്ള സ്പേസിലേക്ക് നമുക്ക് മണ്ണ് ഇട്ട് കൊടുക്കാം കേട്ടോ, ഫിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് നിങ്ങൾ നേരിട്ട് കണ്ടുവല്ലോ, നമുക്ക് മണ്ണിൻ്റെ അളവ് വളരെ കുറച്ച് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇത് എടുത്തു മാറ്റാൻ തന്നെ വളരെ സിമ്പിളാണ്. നമുക്ക് വലിയ വലിയ പ്ലാന്റ്സ് ഒക്കെ നടുകയാണെങ്കിൽ തന്നെ നമുക്ക് എടുത്തു മാറ്റാനൊക്കെ വളരെ എളുപ്പമാണ്. കാരണം അത്ര വെയിറ്റേ ഉള്ളൂ. നമുക്കറിയാം ബാൾസൊക്കെ നമുക്ക് മഴ പെയ്യുന്ന സമയത്ത് മാറ്റി വെക്കേണ്ട ഒരു പ്ലാന്റ് കൂടിയാണ്. കാരണം ഒത്തിരി വെള്ളം വീണിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്ലാന്റ് നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പോട്ടി മിക്സ് ആണിത്. അപ്പോൾ ഇത് ഞാനൊന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു നനവൊക്കെ നിലനിർത്താനൊക്കെ ആയിട്ട് നല്ല സഹായിക്കും. അതുപോലെ നമ്മുടെ ചീമക്കൊന്ന ചെപ്പൊക്കെ നമ്മുടെ വേരുകൾക്ക് വരുന്ന ഫംഗൽ ബാധ, കീടബാധയൊക്കെ തടയാനൊക്കെ ആയിട്ട് വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വളരെ സിമ്പിളാണ്, എഫക്റ്റീവാണ്. അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ ബൈ.